വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ ഒന്നാം ചോദ്യം: എവിടേക്കുള്ള യാത്രയിലാണ് യേശു സമരിയായിക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജെറുസലേമിലേക്കുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 2. സമയമായപ്പോൾ മുന്തിരി പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ ആരെയാണ് കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഒരു ഭൃത്യനെ. ക്വസ്റ്റ്യൻ നമ്പർ 3. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ എന്തിനും നാമകാരണമായ പിതാവിന്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പിതൃത്വങ്ങൾക്കും. ക്വസ്റ്റ്യൻ നമ്പർ 4. ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് ഏത് ദിനങ്ങളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഉത്സവ ദിനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 5. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടുത്തേക്ക് മുഖം നോട്ടമില്ലെന്നും അറിയുവിൻ. ഈ ഉപദേശം ആരോടുള്ളതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യജമാനന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചത് കൊണ്ട് കർത്താവിനെ എന്ത് ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അനുഗ്രഹിക്കുമെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 7. ദൈവത്തെ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭയപ്പെടുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 8. ജഫ്ത ആരെയെല്ലാം ഒന്നിച്ചു കൂട്ടി എഫ്രൈമിനോട് യുദ്ധം ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗിലെയാദുകാർ. ക്വസ്റ്റ്യൻ നമ്പർ 9. ആരുടെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി? ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 10. മർത്യകുലം എന്തിനാൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന് നിത്യമായ ഉടമ്പടിയാണ് നോഹയുമായി ചെയ്യപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ജലപ്രളയം. ക്വസ്റ്റ്യൻ നമ്പർ 11. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഉടമ്പടി കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അപരാധകനെ. ക്വസ്റ്റ്യൻ നമ്പർ 12. ദൈവത്തിന്റെ ആലയം ശീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ എന്തു ചെയ്തു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രതിഷ്ഠിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 13. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്നതിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിനെ വരുത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കാലവിളംബം. ക്വസ്റ്റ്യൻ നമ്പർ 14.
ആ 5 പേർ എവിടെ നിന്ന് പുറപ്പെട്ടു? ലായിഷിൽ എത്തി. ഡാഷ് പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സീതോന്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ആര്യമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗോത്രപിതാവുമായ. ക്വസ്റ്റ്യൻ നമ്പർ 16. പീഡാനുഭവ പ്രവചനം വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ലൂക്ക 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 17. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ഡാഷ് പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനക്കൂട്ടത്തോടും. ക്വസ്റ്റ്യൻ നമ്പർ 18. മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ഡാഷ് പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു. ന്യായാധിപന്മാർ 18 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജോനാഥാനും. ക്വസ്റ്റ്യൻ നമ്പർ 19. ഭഗ്നാശരാകാതെ എപ്പോഴും ഡാഷ് എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രാർത്ഥിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 20. കർത്താവ് ആരുടെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അഹറോന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 21. ആര് ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സഭ. ക്വസ്റ്റ്യൻ നമ്പർ 22. നമുക്ക് ഓരോരുത്തർക്കും ആരുടെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ക്രിസ്തുവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 23. ഞാൻ ആഴ്ചയിൽ ഡാഷ് ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിനെയും ദശാംശം കൊടുക്കുന്നു, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 2 പ്രാവശ്യം. ക്വസ്റ്റ്യൻ നമ്പർ 24. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും ഡാഷ് പിന്നാലെ പോയിരുന്നു, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഏത് ഗോത്രക്കാർ ഗിബെയയിൽ നിന്നും വന്ന 20,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന്റെ തലയിൽ ഡാഷ് തൊടരുത്, അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും, അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്ഷൗരക്കത്തി. ക്വസ്റ്റ്യൻ നമ്പർ 27. അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു. ഭൃത്യൻ ഡാഷ് പറഞ്ഞു, നമുക്ക് ജബൂസിയരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യജമാനനോട്. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ഏത് ഗോത്രക്കാർ കേട്ടു? ന്യായാധിപന്മാർ 20 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 29. പാപികളുടെ സന്താനങ്ങൾ ആരാണ്? പ്രവാചകനിൽ പറയുന്നത്.
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മ്ലേച്ഛ സന്തതികളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്ന പ്രധാന പുരോഹിതൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ശിമയോൻ. ക്വസ്റ്റ്യൻ നമ്പർ 31. കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും ഡാഷ് ഞങ്ങളുടെ കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വീഞ്ഞും. ക്വസ്റ്റ്യൻ നമ്പർ 32. ആരുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു? അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു, കെട്ടുകൾ അറ്റു വീണു. ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 33. കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ഡാഷ് വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശം ഉണ്ട്, ഒന്നിനും കുറവില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ചെറുപ്പക്കാരനും. ക്വസ്റ്റ്യൻ നമ്പർ 34. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത, സ്ത്രീയാണ് ലജ്ജയും ഡാഷ് വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അപമാനവും. ക്വസ്റ്റ്യൻ നമ്പർ 35. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, ഡാഷ് അവിടുന്ന് വെളിപ്പെടുത്തുന്നു. പ്രവാചകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നിഗൂഢ രഹസ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 36. അവനിലുള്ള വിശ്വാസം മൂലമാണ് ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന് എന്തും നമുക്കുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്രത്യാശയും. ക്വസ്റ്റ്യൻ നമ്പർ 37. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും, അവൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 38. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക, മർത്യവർഗത്തിനുള്ള ഡാഷ് തീർപ്പാണ് ഇത്. പ്രവാചകൻ 41 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 39. യെഫുന്നയുടെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കാലെബ്. ക്വസ്റ്റ്യൻ നമ്പർ 40. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം എന്ത് സംഭവിക്കും? പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി നശിച്ചു പോകും. ക്വസ്റ്റ്യൻ നമ്പർ 41. മരണമേ, തന്റെ സമ്പത്തിന്റെ മധ്യ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ ഡാഷ് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. പ്രവാചകൻ 41:1 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വിഭവങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 42. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി എന്തിന് തീറ്റി കൊടുത്തു? അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കഴുതകൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 43. ദൈവം ലോഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു, അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി, അതുകൊണ്ട് അതിന് ഡാഷ് എന്ന പേര് കിട്ടി. പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ എ എൻഹക്കോർ. ക്വസ്റ്റ്യൻ നമ്പർ 44. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത് എന്തിലെല്ലാമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും. ക്വസ്റ്റ്യൻ നമ്പർ 45. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. എവിടുത്തുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഗിലെയാദുകാരനായ. ക്വസ്റ്റ്യൻ നമ്പർ 46. അവനിലുള്ള എന്ത് മൂലമാണ് ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 47. മിസ്പായിൽ കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ എന്ത് ചെയ്യണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കൊന്നുകളയണമെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 48. നീ ഡാഷ് ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗർഭം. ക്വസ്റ്റ്യൻ നമ്പർ 49. മിസ്പായിൽ കർത്താവിന് മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ എന്ത് ചെയ്തിരിക്കുന്നു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദൃഢപ്രതിജ്ഞ. ക്വസ്റ്റ്യൻ നമ്പർ 50. ഡാഷ് എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ അടുത്തു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 51. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ ഡാഷ് അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നിവാസികൾ. ക്വസ്റ്റ്യൻ നമ്പർ 52. പ്രധാന പുരോഹിതൻ ശിമിയോന്റെ പിതാവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഓനിയാസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 53. നിങ്ങൾ എന്തുകൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ശരീരം. ക്വസ്റ്റ്യൻ നമ്പർ 54. അവർ ബഥേലിൽ വന്നു എപ്പോൾ വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി സായാഹ്നം. ക്വസ്റ്റ്യൻ നമ്പർ 55. ശരീരനാശത്തെ പ്രതി മനുഷ്യർ വിലപിക്കുന്നു, എന്നാൽ ആരുടെ പേര് പോലും മാഞ്ഞു പോകും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 56. ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ എങ്ങനെയാണ് ഏലിയ സംഭവിക്കപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. ഡാഷ് പിതാവ് പറഞ്ഞു, രാത്രി ഇവിടെ കഴിയുക, നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ യുവതിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 58.
ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് എന്തു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒരു ഉപമ. ക്വസ്റ്റ്യൻ നമ്പർ 59. മിസ്പായിൽ ആരുടെ മുമ്പാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 60. അപ്പോൾ ജഫ്ത തന്റെ ഡാഷ് നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീച്ച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സഹോദരന്മാരിൽ. നമ്പർ 61. സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഏത് യുവതിയെ കണ്ടു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 62. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് ഡാഷ് പുതുക്കി അവർ അവിടെ താമസിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പട്ടണം. ക്വസ്റ്റ്യൻ നമ്പർ 63. പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയായി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജോഷുവ. ക്വസ്റ്റ്യൻ നമ്പർ 64. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഡാഷ് ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 65. രാത്രിയിൽ യേശു പട്ടണത്തിന് പുറത്തു പോയി എവിടെയാണ് വിശ്രമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒലിവ് മലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 66. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ ഡാഷ്. പ്രഭാഷകൻ 41 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിധി. ക്വസ്റ്റ്യൻ നമ്പർ 67. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ ഡാഷ് പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1000. ക്വസ്റ്റ്യൻ നമ്പർ 68. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ഡാഷ് അപമാനവും വരുത്തുന്നത്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ലജ്ജയും. ക്വസ്റ്റ്യൻ നമ്പർ 69. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്ത് വരുന്നു? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 70. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഡാഷ് അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉടമ്പടി. ക്വസ്റ്റ്യൻ നമ്പർ 71. ശേഷിച്ചിരുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഡാഷ് ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭാര്യമാരെ. ക്വസ്റ്റ്യൻ നമ്പർ 72. ഡാഷ് സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പ്രഭാഷകൻ 42:5 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 73. ഡാഷ് മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ
74. വേറൊരുവൻ വന്ന് പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ ഡാഷ് ഇതാ, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാണയം. ക്വസ്റ്റ്യൻ നമ്പർ 75. ജഫ്ത പറഞ്ഞു, നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഡാഷ് കയ്യിലെടുത്ത് അമ്മോന്യർക്കെതിരെ ചെന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 76. ദൈവം ആരുടെ മേലാണ് കൊടുങ്കാറ്റ് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശത്രുക്കളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 77. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ ആരിൽ നിന്ന് ദുഷ്ടത വരുന്നു? പ്രവാചകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്ത്രീയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 78. ജസ്സയുടെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാവീദ്. ക്വസ്റ്റ്യൻ നമ്പർ 79. അവൻ തിരിച്ചു വന്നു മാതാപിതാക്കന്മാരോട് പറഞ്ഞു, ഡാഷ്, ഞാനൊരു ഫിലിസ്തീയുവതിയെ കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, തിമ്നായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 80. സാംസൺ പോയി 300 എന്തിനെ പിടിച്ചു? കുറെ പന്തങ്ങളും ഉണ്ടാക്കി. ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കുറുനരികളെ. ക്വസ്റ്റ്യൻ നമ്പർ 81. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് എന്ത് ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 82. എഫ്രൈം മലനാട്ടിൽ മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ ഡാഷ് പറഞ്ഞു. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അമ്മയോട്. ക്വസ്റ്റ്യൻ നമ്പർ 83. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ ആരായി നിയമിക്കുകയുമാണ് ചെയ്തത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഭയുടെ തലവനായി. ക്വസ്റ്റ്യൻ നമ്പർ 84. ജനം പിറ്റേ ദിവസം എപ്പോൾ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുലർച്ചയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 85. ഡാഷ് ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശേഷിച്ചിരിക്കുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 86. യൂദായിലെ ബെത്ലഹേമിൽ യൂദാ വംശജനായ ആരുണ്ടായിരുന്നു? അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യർ. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒരു യുവാവ്. ക്വസ്റ്റ്യൻ നമ്പർ 87. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ 2 പേർ എന്ത് വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു? ലൂക്ക 24:4 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തിളങ്ങുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 88. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ഡാഷ്. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആവശ്യപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 89. ദാൻ എന്ന സ്ഥലത്തിന്റെ ആദ്യത്തെ പേര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലായിഷ്. ക്വസ്റ്റ്യൻ നമ്പർ 90. നാം
ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി ആരിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശുക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 91. ഡാഷ് നിയമം അവിടുത്തെ ഉടമ്പടി അപരാധനെ കുറ്റം വിധിക്കുക. പ്രവാചകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അത്യുന്നതന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 92. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ ഡാഷ് ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മാനിക്കുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 93. നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തിക്കിക്കോസ്. ക്വസ്റ്റ്യൻ നമ്പർ 94. തന്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയം ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പ്രവാചകൻ 45-ാം അധ്യായം 26-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 95. ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കർത്താവിന്. ക്വസ്റ്റ്യൻ നമ്പർ 96. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി എന്തും കൈവന്നിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രക്ഷയും. ക്വസ്റ്റ്യൻ നമ്പർ 97. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. എപ്പോൾ മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു? ന്യായാധിപന്മാർ 16-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാത്രി. ക്വസ്റ്റ്യൻ നമ്പർ 98. എന്നാൽ അവനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദുരിതം. ക്വസ്റ്റ്യൻ നമ്പർ 99. ഹെനോക്ക് എല്ലാ തലമുറകൾക്കും എന്തിന് മാതൃകയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അനുതാപത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 100. എന്തില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും? പ്രവാചകൻ 41-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവഭയമില്ലാത്ത. നന്ദി. ഇന്നത്തെ പഠനഭാഗത്തിലെ പോലെ 100 ചോദ്യങ്ങളുടെ ആയിരക്കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ വചനമായ ലോഗോസ് ക്ലബ് അംഗത്വമുള്ളവർക്ക് ലോഗോസ് ക്ലബിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്ക് സെറ്റ് ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുവാൻ ലോഗോസ് ക്ലബിൽ അംഗത്വം സഹായിക്കുന്നു. ഇപ്രകാരം വചനവയൽ ആപ്പിൽ മാസ, വാർഷിക, ലൈഫ് അംഗത്വം എടുത്ത് എക്കാലത്തെയും ലോഗോസ് ക്വിസിനൊരുങ്ങുവാൻ അസുലഭമായ സന്ദർഭം. ഏവർക്കും വചനവയൽ ആപ്പിലേക്ക് സ്വാഗതം.